ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് ചങ്ങരം എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. യൂട്യൂബില് എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ് പ്രദീപ് ചങ്ങരം എന്നുള്ളത് എന്താണെന്ന്. ആ കാര്യമാണ് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതായത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കോടന്തുരുത്ത് 1-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന എഴുപുന്ന എന്ന അതിമനോഹരമായ ഗ്രാമം. അവിടെ ഈ ചങ്ങരംകരി, അതായത് ചങ്ങരം വെറ്റ്ലാൻഡ് എന്ന് ഇപ്പൊ അറിയപ്പെടുന്നുണ്ട്. ഈ സ്ഥലത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോ എന്റെ സ്വന്തം നാട്, അതായത് പാടത്തിന് നടുവിലാണ് എന്റെ വീടുള്ളത്. അപ്പോ ആ ഒരു പേര് തന്നെ, അതാണ് എന്റെ യൂട്യൂബില് പേര് അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം. പ്രദീപ് ചങ്ങരം എന്നുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം ഈ ചങ്ങരംകരി ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും ആ ഒരു സംശയം മാറാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോ അത് മാത്രമല്ല, ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് ഹായ് കൂട്ടുകാരെ, ഇതാണ് ചങ്ങരം വെറ്റ്ലാൻഡിലേക്കുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ്. ചങ്ങരംകരി, വലിയ ചങ്ങരം, കൊച്ചു ചങ്ങരം എന്നീ രണ്ട് പാടശേഖരങ്ങളും കൂടി ഒന്നാകുമ്പോഴാണ് ചങ്ങരംകരി എന്ന് പറയുന്നത്. ഇന്നത്തെ തലമുറയിലുള്ള പിള്ളേർക്ക് ചങ്ങരം വെറ്റ്ലാൻഡ് ഇപ്പൊ യൂട്യൂബിൽ നോക്കിയാലും ചങ്ങരം വെറ്റ്ലാൻഡിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എങ്കിലും ഇതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 1986 കാലഘട്ടത്തിൽ ഒരു പ്ലെയിൻ, അതായത് ട്രെയിനിങ്ങിന് വന്നൊരു പ്ലെയിൻ ഇവിടെ വീണിരുന്നു. ആ സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. യാത്രാ വിമാനമല്ല, ട്രെയിനിങ് വന്നതാണ്. അതുകൊണ്ട് ഒരു പൈലറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വീണ സ്ഥലം വെള്ളമുള്ളതിനാൽ അദ്ദേഹം രക്ഷപ്പെട്ടു, ഒരു കേടുപാടും സംഭവിച്ചില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമ്മളൊരു ചേട്ടായി ഉണ്ട്, രാജു എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. എൻ്റെ നാട്ടുകാരനും എൻ്റെ സുഹൃത്തും എൻ്റെ ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന പുള്ളി. അദ്ദേഹത്തിനോട് നമുക്ക് ആ വിവരം ഒന്ന് ചോദിക്കാം. ഇതേക്കുറിച്ച് പറയാനായിട്ട് നമ്മുടെ നാട്ടുകാരനും എൻ്റെ ചേട്ടനും കൂടിയായ രാജു ചേട്ടനോട്. രാജുടാ നമസ്കാരം. നമ്മളുടെ ഈ പ്ലെയിൻ വീണ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയായിരുന്നു. ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1982 86 ഇവിടെ നമുക്ക് നെൽകൃഷിക്ക് വേണ്ടി നില ഒരുക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ആ കാണുന്ന കാണുന്ന സ്ഥലത്താണ് പ്ലെയിൻ വീഴുന്നത്. ഒരു 100 മീറ്റർ അകലെ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. 100 മീറ്റർ അകലെ പ്ലെയിൻ വീഴുന്നത്. അപ്പൊ ഇവിടുന്ന് റോഡല്ല, ചെറിയ നടവഴിയായിരുന്നു. അതായത് നമ്മുടെ ചേരിങ്ക നിവാസികളും വെല്ലത്തോട്ടുള്ളവർ പടിഞ്ഞോട്ടും ചേരിങ്കുള്ളവർ കിഴക്കോട്ടും പോകുന്ന നടവഴിയായിരുന്നു. അത് നീന്തി വേണം പടിഞ്ഞോട്ട് പോകാനായിട്ട്. അന്നാണ് ഇവിടെ ആദ്യമായിട്ട് പ്ലെയിൻ വീഴുന്നത്. ഈ ചങ്ങരംകരിയിൽപ്പെട്ട അവിടെ വെള്ളം വറ്റിച്ച് നെൽകൃഷിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പുറത്ത് നെൽകൃഷിക്ക് വേണ്ടി പാടം ഉണങ്ങിയിരിക്കുന്ന സമയത്തും ഇപ്പുറത്ത് വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പ്ലെയിൻ കത്തായിരുന്നെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് ട്രെയിനിങ്ങിന് വേണ്ടി വന്ന പ്ലെയിൻ ആണെന്ന് പറഞ്ഞു. ട്രെയിനിങ് ഒരാളെ ഉണ്ടായുള്ളൂ. അയാൾക്ക് വന്ന് ഒരു 22-23 വയസ്സുള്ള ഒരു പൈലറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇത് കറക്റ്റ് പറയാൻ കാര്യം, ദാസൻ ചേട്ടനും ഞാൻ ചെറുപ്പമായിരുന്നു. എനിക്കന്നൊരു 10-12 വയസ്സേ ഉള്ളു. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ കളിച്ചുകൊണ്ടിരുന്നത്, ഈ പാലവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഈ സംഭവം നടക്കുന്നത്. എല്ലാവരും ഭയങ്കര ശബ്ദമായിരുന്നു. ആ ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ഈ സംഭവം ഇവിടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞ് കുറേ പുക മാത്രം കാണാൻ മേളിൽ. അങ്ങനെ എല്ലാവരും പറഞ്ഞ് പ്ലെയിനൊക്കെ ഹെലികോപ്റ്ററൊക്കെ കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്ററൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കാണ് സംഭവം നിന്നിരുമ്പോൾ ഞങ്ങൾ ഓടിക്കൂടുമ്പോഴത്തേക്കും പ്ലെയിൻ ഇവിടെ വെള്ളത്തിൽ കിടക്കുന്നു. എനിക്കന്ന് 2 വയസ്സുള്ളതെന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് അത്ര കറക്റ്റായിട്ട് ഓർമ്മയില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നേവിക്കാരുടെ വണ്ടി പ്ലെയിൻ വന്ന് നമ്മുടെ പാലക്കാട് നിന്ന് ജോയിച്ചന്റെ വീട്ടിലാണ് അവരന്ന് എല്ലാവരും സ്റ്റേ ചെയ്തത്. അവിടെ ഒരു വീടുള്ളത് ശരിക്കും. അതുപോലെ ഈ പ്ലെയിൻ ഇതിലെ കൂടി വലിച്ചുകൊണ്ട് ആ കാണുന്ന നമ്മുടെ റിസോർട്ടിൽ, ഇപ്പോഴത്തെ റിസോർട്ടിലാണ് കൊണ്ട് ഇത് കയറ്റി വെച്ചതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ചങ്ങരം വെറ്റ്ലാൻഡിൽ മറ്റുള്ള ആൾക്കാർ, ഇപ്പോൾ പുതുതലമുറക്ക് ഈ പറയുന്ന ചങ്ങരം വെറ്റ്ലാൻഡ് എന്ന് പറയുമ്പോഴേക്കും ഈ കാണുന്ന റോഡും ഈ പാടങ്ങളും പിന്നെ ഈ പറയുന്ന ഒരുപാട് പക്ഷികളും മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സത്യമായ ഈ ഒരു രഹസ്യം മറ്റുള്ള പുതുതലമുറക്ക് ആർക്കും അറിയില്ല. ഇങ്ങനെ ഒരു പ്ലെയിൻ വീണ കാര്യവും മറ്റുള്ള കാര്യങ്ങളും അറിയില്ല. ഇതാണ് ചങ്ങരംകരി അഥവാ ചങ്ങരം വെറ്റ്ലാൻഡ്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽപ്പെട്ട എഴുപുന്ന എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ഈ ചങ്ങരം വെറ്റ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഈ റോഡിൻ്റെ ഈ സൈഡും പാടങ്ങളാണ്. അതായത് ഇത് വലിയ ചങ്ങരം, ഇത് കൊച്ചു ചങ്ങരം.
പക്ഷേ എങ്കിലും ഇപ്പോൾ ചങ്ങരം വെറ്റ്ലാൻഡ് എന്ന് എല്ലാവരും പറയുന്നത് ഈ കൊച്ചങ്ങരത്തെ മാത്രം. പക്ഷേ ചങ്ങരം കരി എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി കൂടും. ഇത് റോഡ് 2005 ഈ റോഡ് വന്നത്. അതിനു മുമ്പ് ഒരു ചെറിയായിരുന്നു, നല്ലപോലെ നടക്കാൻ പോലും പറ്റത്തില്ല. ഞാനൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെ എത്ര പ്രാവശ്യം വീണിട്ടാണെന്നറിയാമോ. കാരണം വെച്ചാൽ കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും തെന്നി വീഴും. അതുപോലത്തെ ചെറിയ ഒരു വരമ്പായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ സാധാ ഫോണായതുകൊണ്ടാണ് ആ കാണുന്ന ഒരു കരയാണ് ചേരിങ്കൽ എന്ന് പറയും. ചേരിങ്കൽ നിവാസികൾ ഒരു 200 പരം വീടുണ്ടെന്നാണ് തോന്നുന്നത്. അതിൻ്റെ നാട്ടുകാർ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച സമയമാണ്. വൈകുന്നേരം ആണെങ്കിൽ അല്പം കൂടി ഒന്ന് ക്ലാരിറ്റി ഉണ്ടായേനെ. ഉച്ച സമയത്ത് എടുത്തുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര. പക്ഷേ എന്നാലും വിജനമായ ഒരു സ്ഥലമാണിത് ചങ്ങരംകരി എന്ന് പറയുന്നത്. വല്ലപ്പോഴും മാത്രം ഒരു വണ്ടി വരും. പ്രിയരെ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അത് രേഖപ്പെടുത്തുക. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പ്രദീപ് പ്രഭു. ഓക്കെ, ബൈ.